അങ്ങനെ വെട്ടറൻസ് കളി ആ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ പെരുന്നാൾ കളിയാണ്. പെരുന്നാൾ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കളിക്കാൻ വരുന്ന ആൾക്കാർ മൊത്തം ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മുട്ടീമാണ് കളിക്കുന്നത്. മുട്ടീമ മീൻസ് മൂന്ന് ടീം. അപ്പോൾ 24 ആൾക്കാരുണ്ട്. അപ്പോൾ 3 ടീം വെച്ചിട്ടാണ് കളിക്കുന്നത്. ഒരു 2 മണിക്കൂറോളം കളി ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ പെരുന്നാളിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കളി കാണാം, അതേപോലെ തന്നെ കളിക്ക് ശേഷം എല്ലാവരും പാടെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രവാസ ജീവിതത്തിൽ അതൊക്കെ തന്നെ അല്ലേ ഒരു സുഖം. പിന്നെ കുറച്ച് ആൾക്കാരെ നമ്മൾ കാണിച്ചു തരാം. നിയാസ്ക കഴിഞ്ഞ കളിയിൽ വമ്പം ഗോളൊക്കെ അടിച്ചിരിക്കുന്നു. പക്ഷേ കളിക്ക് ക്യാമറൻ്റെ മുന്നിലേക്ക് മൂപ്പർക്ക് ഭയങ്കര മടി. ഇത് നമ്മൾ നിയാസ്ക, ഐസ് മുഹമ്മദ് റാഫി ഭയങ്കര മെയിനാണ്. പിന്നെതാ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നേരത്തെ കാലത്ത് വന്നിട്ടേ ഇറങ്ങിയിട്ടൊന്ന് വാമാകുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില്ല, ഒക്കെ അവിടെ ഇരിക്കുക. ഈ പറയുന്ന ഞാനും വീഡിയോ എടുത്തിട്ട് നടക്കുക. നേരെ പോയിട്ട് കളിക്കാനുള്ള പരിപാടി നോക്കട്ടെ, അല്ല ഒന്ന് വാമാകാനുള്ള പരിപാടി നോക്കട്ടെ. ഹാരിസ് കൊല്ലം കെട്ടിക്കൂടും ഇടുക്കി. ഇത് നമ്മളെ അൻസാർക്ക. ഇന്ന് നമ്മൾ വേറെ ടീമിലല്ലേ. വെട്ടറൻസ് ആണ്. കഴിഞ്ഞ 2 കളിയൊക്കെ തോറ്റിക്കണ്. വെട്ടറൻസ് കപ്പ് നമ്മളടിച്ച് യൂത്ത്. അനസൊക്കെ ഇതാ അനസ് എവിടെ മുജിബേ? ബൈജേട്ടനതാ. ഇതൊക്കെ നമ്മൾ ഒരു ഇതാണ്, കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് വാമപ്പ് ചെയ്യുക ഇങ്ങനത്തത്. ഇവർക്കൊക്കെ അതിൻ്റെതായ കറക്റ്റ് ഇതുണ്ട്. ബൈജേട്ടൻ അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവനെ പോലത്തെവരൊക്കെ അത് കണ്ട കെട്ടാൻ തന്നെ 1 മണിക്കൂർ വേണം ഇവിടെ ഗ്രൗണ്ടിൽ. കളി തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങുള്ളൂ. എന്താ കാണിക്കാൻ സാധ്യതയില്ല.
വരക്കണടാ ആ കിട്ടി കിട്ടി ഗോള് കിട്ടിയില്ലല്ലോ. ഇവിടെ പ്ലെയർ റെഡി കേട്ടോ. ആർക്കെ കയറി കയറിക്കോ. Six.
ഏതോ ഏതോ ഏതിലാ പിന്നെ ഏതോ ഒരു കൊളത്ത് കുടുങ്ങിണ്ടല്ലോ പ്രഷർ. ചെങ്ങൈ മാറി നിൽക്കണോ? അറിയാൻ പറ്റല അസിയല്ലേ ഏതോ അസിസ്റ്റന്റ് വാ അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തുന്നത് ഇതാ നമ്മളെ ഈ ഹോട്ടലിലേക്കാണ്. വാൾക്കീസ്. ഇന്നിപ്പോൾ നമ്മളെ ടീമിൻ്റെ ഫുഡ് അടി പരിപാടി ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കണേ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ വാൾക്കീസിൽ വന്നിക്കാം. പെരുന്നാളിൻ്റെ ഒരു പരിപാടി. ഇത് നമ്മളെ ഓൾ ഇൻ ഓൾ മാനേജർ ഹക്കീം കാ, കീപ്പർ നിഷാദ്, കളവന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ കളി കഴിഞ്ഞിട്ട് ഇതാ ഇത് നമ്മുടെ ഉസ്താദ് അജ്മൽ, നാസർക്ക, ബൈച്ചേട്ടൻ, മുജീബ്. മുജീബ് ഓട്ടം വന്ന അങ്ങനെ എല്ലാവരും പാടെ കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിക്കാം. പെരുന്നാളിന്റെ പരിപാടി ബൊഫേ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. സംഭവം കളി കഴിഞ്ഞെത്തിയപ്പത്തിന് ആയിട്ടില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ റെഡിയാവും. എങ്ങനെ തോറ്റ ടീമാ
അപ്പൊ അങ്ങനെയാണ് വെള്ളം ഉള്ളിൽ വലിച്ചോ കൊള്ളാം ഇല്ലേ എല്ലാ റെക്കോർഡും ഇല്ല വലിച്ചോ വീഡിയോഗ്രാഫർ ഹാരിസിന്റെ കൂടെ നിങ്ങളെന്താ ചത്തുകുട്ടീന്റെ ജാതകം നോക്കാണ് കളിയും കഴിഞ്ഞ് തോൽവിയും കഴിഞ്ഞ് ഗോളിയാണെന്നല്ല ഒരുപാട് മേടിക്കും ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാ സുഹേല ഇവിടെ ഉണ്ട് ഗോളിന്റെ അടുത്ത് പോയിട്ട് ഏത് പഴയ എന്താ അവസ്ഥ ആദ്യം മൊയിലേരിക്കുന്ന ആദ്യം ഗണപതിക്കുന്ന മൊയിലേരിക്കുന്ന അല്ല ഗണപതി ഇവിടുന്ന് അരച്ച് പീസിനുള്ളത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് എന്താ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മ്യൂസിക് ഇങ്ങനെ കൊടുക്കല്ലേ എന്ത് തിരയാളത് അധികം ഫോക്കസ് ചെയ്യണം അങ്ങോട്ട് അൻസാർക്ക ചിക്കൻ കഴിഞ്ഞിട്ടാ ചിക്കൻ വൈചേട്ടാ ഞാൻ അടുത്തന്നെ ഒന്നും വിളി ഈ അങ്ങനെ കിട്ടിയോ ബാക്കി സാധനം പുട്ട് എന്തെല്ലോ ഉണ്ടല്ലോ വൈചേട്ടാ നൂൽപുട്ട് 10 എത്തിയിട്ടില്ല. നല്ല ദോശയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലിയും ദോശയും ഒരുവിധ ആൾക്കാരൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഇബല് ഉസ്താദും ഉണ്ട്. ഇതെന്താ ഇതിപ്പോ കഴിക്കാനാ? നിങ്ങളിപ്പോ അവിടെ നിന്ന് കഴിച്ചിരുന്ന് ഷംനാർക്ക ഒരു പള്ള കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. രണ്ട് ചായ, ഇത് മൂന്നാമത്തെ. വൈചേട്ടനൊക്കെ ടയർഡായി. ഇത് പള്ള കുയ്യുണ്ടല്ലോ. കുറച്ച് മുഹമ്മദ് ഇങ്ങോട്ടോക്ക്. കളിയിൽ തോറ്റുന്നുണ്ടെങ്കിലും ഫുഡ് അടിയിൽ നമ്മൾ ജയിച്ചു പറഞ്ഞാളെ. ഫുഡ് അടിയിൽ ജയിച്ച ടീമാണ് ഇത്. അങ്ങനെ എല്ലാരും ഇറങ്ങി. ജസീംക അതായത് നിങ്ങൾ അറിയണ്ട് എന്താ പറഞ്ഞു?
ഭക്ഷണം വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ട് അത് നല്ല കാര്യമാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിലും വേറൊരാൾ കൊണ്ടുപോകും. ഇന്നലെ ബിരിയാണി പെരുന്നാളല്ലേ? അപ്പൊ എല്ലാരും ഫുഡ് അടി കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക്. അങ്ങനെ പെരുന്നാളിന്റെ ഇത് കഴിഞ്ഞല്ലേ? എന്താ സംഭവം? ഷംനാർക്ക പറയ്, ഷംനാർക്ക പറയ് എന്താ? നമ്മുടെ ടീമിന്റെ ഒരു മീറ്റപ്പ് ആയിരുന്നു, ഈദ് മീറ്റ്. വളരെ ഭംഗിയായിട്ട് നമ്മളെ ഈ റെസ്റ്റോറന്റ് പേരെന്താ? അപ്പൊ ഓക്കെ എന്താ